everyone, welcome back to our YouTube channel. അപ്പോൾ നാളെയാണ് എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ആക്ച്വലി ബർത്ത്ഡേ പ്രമാണിച്ചല്ല കുറച്ച് നാളത്തെ ആഗ്രഹമാണ്. I'm going to cut my hair. ലാസ്റ്റ് നമ്മുടെ ആനിവേഴ്സറി സമയത്ത് ഞാൻ മുടി വെട്ടി. എനിക്ക് സത്യം പറഞ്ഞാൽ വളർത്തണം എന്നുണ്ടായിരുന്നു, കാരണം ഇപ്പം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഡെങ്കി വന്നല്ലോ. ഡെങ്കി വന്നതിന് ശേഷം എൻ്റെയും മമ്മിയുടെയും റോഹൻ്റെയും ഒക്കെ മുടി കൊഴിയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇത്ര എൻ്റെ ജീവിതത്തിൽ മുടി കൊഴിഞ്ഞിട്ടുണ്ടാവില്ല. ഡെങ്കി വന്നവർക്ക് യു ക്യാൻ റിലേറ്റ് റൈറ്റ്. സോ ഐ തോട്ട് ഐ വിൽ മേക്ക് മൈ ഹെയർ ബിറ്റ് ഷോർട്ടർ, കുറച്ച് ചെറുതാക്കാമെന്ന് വിചാരിച്ചു, കാരണം കുറച്ച് ബെറ്റർ മാനേജ് ചെയ്യാൻ വേണ്ടി. പിന്നെ ബർത്ത്ഡേയും ആണ് ചുമ്മാ. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഒരു പുതിയ സ്ഥലത്താണ് മുടി വെട്ടാൻ പോകുന്നത്. നമ്മുടെ തോപ്പുംപടിയിൽ ടോണി ആൻഡ് ഗായ് വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. ഐ തോട്ട് ഇറ്റ് വാസ് എക്സ്പെൻസീവ് ഓണസ്റ്റ്ലി. പക്ഷെ മമ്മിയുടെ മുടി വെട്ടിയായിരുന്നു. അപ്പോഴേ ഞാൻ അറിയണം അവിടെ എന്തോ ഓഫർ ഉണ്ട്. 599 799 നമുക്ക് ഹെയർ കട്ട് കിട്ടും. അതും 599 അവരുടെ സീനിയർ സ്റ്റൈലിസ്റ്റ്, പിന്നെ 799 അവരുടെ ടോപ്പ് സ്റ്റൈലിസ്റ്റ്. ഐ ജസ്റ്റ് ടുക്ക് ദ 599 വൺ, കാരണം GST കൂടി വരുമ്പോൾ ഒരു 700 റുപ്പീസ് ആവും. 799 ആണെങ്കിൽ GST കൂടി വരുമ്പോൾ ഒരു 900 ആവും. കാരണം ഞാൻ ഗ്ലാംസ് എന്നാണ് വെട്ടുന്നത്. ഞാൻ വീഡിയോയിൽ കുറേ കാണിച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് 600 റുപ്പീസാണ്. എനിക്ക് അവിടെ ഭയങ്കര വിശ്വാസം, കാരണം ഞാൻ കുറേ വർഷമായിട്ട് അവിടെ വെട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതാണ് ഞാൻ ചെറിയ പ്ലാൻ തന്നെ എടുത്തത്, ബിക്കോസ് കമ്പയർ ചെയ്യാൻ വേണ്ടി. സോ ലെറ്റ്സ് ഗോ. നമ്മൾ ഇതാ എത്തിയിരിക്കുന്നു. ഇതാണ് അപ്പോൾ നമ്മുടെ KFCയുടെ മുകളിലെ തോപ്പുംപടി ഓപ്പോസിറ്റാണ് നമ്മുടെ മാക്സ് ഉള്ളത്. കുറച്ച് നാളായാലും ഇത് ഓപ്പൺ ചെയ്തിട്ട്. എനിക്ക് എന്തായാലും വന്ന് നോക്കണം എന്നുണ്ടായിരുന്നു. ഹണി ദേ എന്നെ ആക്കിയിട്ട് റോഹൻ എവിടെയൊക്കെ പോണയാ എന്നോട് പറയില്ലല്ലേ. ബേബി എന്താണ് മുടി മൊത്തം മുറിച്ചോളട്ടെ? 700 ചെയ്യാൻ ഉദ്ദേശിക്കണം. അതാകുമ്പോൾ എനിക്ക് ഗ്ലാംസിനായിട്ട് കമ്പയർ ചെയ്യാലോ. മമ്മി 900 ചെയ്തത്. എന്തായാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലേ. ഇതെന്തോ ഓഫർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവർ കണ്ടോ ഗൈസ്? ഞാൻ കയറിയായി നമുക്ക് കയറിയിട്ട് കാണാം. ഓക്കെ, ചേട്ടൻ സൂപ്പറായിട്ട് ചെയ്തു. ഓ മൈ ഗോഡ്, ഐ ലവ്ഡ് ഇറ്റ് സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം പുള്ളി വാസ് ഫ്രം വെസ്റ്റ് ബംഗാൾ ആൻഡ് ഹി വാസ് സോ നൈസ്. ഞാൻ കുഞ്ഞിലെ ചെറുപ്പത്തിലെ വെസ്റ്റ് ബംഗാളിൽ പോയിട്ടുണ്ട്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. പിന്നെ എനിക്ക് ഹെയർ കളറൊക്കെ സജസ്റ്റ് ചെയ്തു. പിന്നെ ആക്ച്വലി ഓഫർ ഈ മാസം മാത്രമേ ഉള്ളൂ. ഐ റിഗ്രറ്റ് നോട്ട് കമ്മിങ് സൂണർ, കാരണം വീഡിയോ എടുത്ത് നിങ്ങൾ കാണിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സൺഡേ വരെ ഉണ്ട്. ഹോപ്പ്ഫുള്ളി ഞാൻ നേരത്തെ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 days നിങ്ങൾക്ക് സമയം കിട്ടും, കാരണം ഹെയർ കളറൊക്കെ 350 രൂപയുള്ള ഓഫറിന്. ഞാൻ ഭയങ്കര സന്തോഷത്തിൽ മുടിയൊക്കെ വെട്ടി ഇറങ്ങുകയായിരുന്നു. ആൻഡ് ബില്ല് കണ്ട് ഞാൻ ഞെട്ടി, ബിക്കോസ് വേറെ ഒന്നുമല്ല, 1121 രൂപയായി ഗൈസ്. 700 രൂപയുടെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒബ്വിയസ്ലി ഞാൻ ഗ്ലാംസ് ഒന്ന് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കമ്പയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഞാൻ വേറെ കുക്കുമ്പോൾ അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഏകദേശം ഒരു 900 രൂപീസാണ്. കാരണം എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ലൈക്ക് ഏറ്റവും സ്റ്റാർട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചത് ടു കമ്പയർ ആണ്. ഞാൻ അതാണെന്നാണ് വിചാരിച്ചത്. മുടി അടിപൊളിയായിട്ട് വെട്ടിയിട്ടുണ്ടല്ലേ. ആൻഡ് മുടി വെട്ടിയ സ്റ്റൈലിസ്റ്റ് ആ ചേട്ടൻ ഭയങ്കര പാവമായിരുന്നു. പക്ഷേ അത് ഇവരുടെ ടോപ്പ് സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നത്
എന്തോ ക്രിയേറ്റീവ് ഡയറക്ടർ എന്നാണ്. അത് ഏറ്റവും ബേസ് അല്ല, തേർഡാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് സീനിയർ, പിന്നെ ടോപ്പ്, അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റീവ് ഡയറക്ടർ. വിത്തൗട്ട് ടാക്സ് 900 റുപ്പീസ്, വിത്ത് ടാക്സ് എനിക്ക് മൊത്തം 1121 രൂപ, 1121 ആയി. അതിൻ്റെ താഴെയുള്ളത് വിത്ത് ടാക്സ് 900 പിന്നെ 700 ആയിരുന്നു. പെട്ടെന്നൊരു ചതി എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു. ഞങ്ങളപ്പോൾ ഇത് ഇവിടെ നടക്കണിയാണ്. ഇത് നമ്മുടെ മാത്സ്, ഞാൻ മാത്സിൽ ഔട്ട്ഫിറ്റ് ഇട്ടേക്കുന്നത്. ഓഫീസിലെ യൂട്യൂബിന്റെ സൈനൊക്കെ ചെയ്ത കേൾക്കുന്നത്. ഞാൻ അപ്പോഴും ഈ ഔട്ട്ഫിറ്റ് ഇട്ടത്. എനിക്ക് ഈ ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടമായി. കണ്ടോ? നോ 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 എനിക്ക് ഞാൻ ആ ഷോക്കിലാണ്, നമ്മുടെ വില കണ്ട ഷോക്കിലാണ്. ഞാൻ പിന്നെ ഒന്നും ചോദിച്ചൊന്നുമില്ല, ബിക്കോസ് എനിക്ക് അങ്ങനെ ചോദിക്കണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഗൈസ്, നമ്മൾ 2 കേക്ക് എടുക്കുന്നുണ്ട്. ബിക്കോസ് ആഗ്നസ് ഒക്കെ നേരത്തെ ആയിരിക്കും അതിന് അവർക്ക് കൊടുക്കാനൊരു കേക്ക്. ആക്ച്വലി പേസ്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അതിനേക്കാൾ നല്ലത് നമ്മളൊരു ഫുൾ കേക്ക് തന്നെ മേടിക്കുന്നതാ. ഇവിടെ കേക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. ഓൾസോ ഇറ്റ്സ് വെരി അഫോർഡബിൾ ഫോർ ദ ക്വാളിറ്റി അല്ലേ? വില കണ്ടോ? നല്ല വില, ഗുഡ് പ്രൈസ് ദേ ഹാവ്. ടീ ഒക്കെ ഉണ്ട്. അപ്പോൾ ദേ റോഹിന് കുറച്ച് ദിവസമായിട്ട് തൊണ്ട വേണം. സോ ദേ ലെമൺ ടീ ഒക്കെ മേടിച്ച് കുടിക്കുക. ഞാൻ ആക്ച്വലി ഒരു ബ്രൗണി മേടിച്ചു. കൊള്ളാല്ലേ? സോ ക്യൂട്ട്. കൊള്ളാവോ? റോഹൻ ആക്ച്വലി എനിക്ക് വേണ്ടി എവിടെ കൊക്കോട്രിയിൽ നിന്നാണ് ഓർഡർ ചെയ്യാൻ പോയത്. കൊക്കോട്രിയിൽ നിന്നല്ലേ ഓർഡർ ചെയ്യാൻ, അവന്യൂ റിജക്റ്റ്. അവിടെ നിന്നൊക്കെ ഓർഡർ ചെയ്യാൻ പോയത്. ഞാനാ പറഞ്ഞ പിന്നെ കേക്ക് എന്ന് പറയുന്നത് നമ്മൾ തിന്നുന്നൊരു സാധനം. അത് വെറുതെ കുറേ ഫാൻസി ആവാൻ എനിക്കിഷ്ടമല്ല. അതുമാത്രമല്ല കുറേ ഫാൻസി ആയിട്ട് ഉണ്ടോ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? എനിക്ക് ഇവിടുത്തെ കേക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് റോഹനോട് പറഞ്ഞു ഞാനും വരാം കേക്ക് മേടിക്കുമ്പോൾ. കാരണം പിള്ളേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ 12 മണി വരെ നിൽക്കില്ല, കാരണം അവർക്ക് നാളെ ക്ലാസ് ഉണ്ട്. അപ്പോൾ 2 ചെറിയ കേക്ക് മേടിച്ചു. അതും 2 നല്ല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവരുടെ ഒപ്പം ഒരെണ്ണം കട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് 2, ഞാനപ്പോൾ മൊത്തം ഇത്ര കേക്ക് മുറിക്കുന്നേ. നോക്ക്, വെരി ബിസി മാൻ. എന്താ പ്ലാൻ ചെയ്യണേ? കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്താ പ്ലാൻ ചെയ്യണേ? മുടി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയട്ടോ. നമ്മുടെ ഗ്ലാംസിൻ്റെ വീഡിയോ പോയി കാണുക. സോ ഇത് വർത്താണെന്ന് നിങ്ങൾ തന്നെ പറയും. എനിക്ക് ആക്ച്വലി മുടി കെട്ടിയത് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ പ്രൈസ് നമുക്ക് എന്തെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് എക്സ്പെൻസീവ് ആണ് ഒബ്വിയസ്ലി ഗ്ലാംസിനേക്കാളും. പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് ലോങ് ഹെയർ ആണ് ഷോർട്ട് ഹെയർ ആണ് നല്ലതെന്ന് നിങ്ങൾ ഡു കമൻറ്റ്, ബിക്കോസ് ഐ വോണ്ട് ടു നോ. ആ സ്റ്റൈലിസ്റ്റ് പറഞ്ഞത് എൻ്റെ മുടി എനിക്ക് നാച്ചുറലി സ്ട്രെയിറ്റ് ഹെയർ, അപ്പോൾ ഷോർട്ട് ഹെയർ ആയിരിക്കും നല്ലതെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയണം. സോ ഡു കമൻറ്റ്. ഇതിലിപ്പോൾ ഞാൻ കേക്ക് മേടിക്കുന്ന മാത്രം കാണിക്കുന്നില്ലോ. പ്രോബബ്ലി ബാക്കി ബർത്ത്ഡേ വ്ളോഗൊക്കെ ഞാൻ വേറൊരു വ്ളോഗായിട്ട് ഇടും. ബിക്കോസ് ഇത് ഞാൻ മെയിൻലി ആ ഹെയർ കട്ട് ഫോക്കസ് ചെയ്തിട്ടായിരുന്നു. കാരണം എല്ലാവർക്കുള്ള ഡൗട്ട് എനിക്കും അറിയണമെന്നുണ്ടായിരുന്നു. ലൈക്ക് ടോണി എന്തായാലും എങ്ങനെയാണ്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഹെയർ കളറിൻ്റെ ഇവിടെ ഒന്നും ഓഫർ ഉണ്ട് 350 രൂപ. അത് ലാഭമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഈ മന്ത് വരെയുള്ള വലിയ ഓഫർ. ഹായ് ഗായ്സ്, നമ്മൾ കേക്കൊക്കെ ആയിട്ട് വീട്ടിൽ വന്നിട്ട് നോക്കി നമ്മുടെ പണിയിൽ എന്താ രോഹൻ ചെയ്തേക്കുന്നതെന്ന് വെറുതെ പറഞ്ഞ ഗൈസ്. നമ്മുടെ നെയ്ബറിൻ്റെ കല്യാണം. അപ്പം ഞാൻ വീട്ടിലെത്തി ബേബി ഇനിയും പോണിയാ. എന്താണ് ഇവിടെ നടക്കുന്നത് എനിക്കറിയണം. ആണോ? ഷുഡ് വി ടേക്ക് സം പിക്ചേഴ്സ് ഗൈസ്? അപ്പോൾ ഇതാണ് കേക്ക്. 2നും കൂടെ നമുക്ക് 1200 ആയുള്ളൂ. പക്ഷെ 2ഉം ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സും ആണ്. ആൻഡ് ഐ ലൈക്ക് ദ കേക്ക്. ഈ ആൾക്കാരെന്നെ നോക്കുന്നു. ഇതേ പോകുന്നു റോഹൻ. ഗൈസ്, ഈ ലൈറ്റ് ഇട്ടേക്കണ കൊള്ളാട്ടോ. എനിക്കിപ്പോൾ നമ്മുടെ കല്യാണ സമയം ഓർമ്മ, നമ്മളും ഇങ്ങനെ ഇട്ടായിരുന്നു ഇവിടെ. എൻ്റെ മുടിയൊക്കെ സ്കൂട്ടറിൽ എന്നൊരു പരിപാടി. ലെറ്റ്സ് ഗോ ഹോം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് വീട്ടിലെത്തി. പിന്നെ I thought I'll end this video here. ബർത്ത്ഡേ വ്ളോഗ് വേറൊരു വ്ളോഗായിട്ടിടാം. നിങ്ങൾക്ക് എൻ്റെ ഹെയർ കട്ട് വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഓണസ്റ്റ്ലി ഐ ലൈക്ക് ദ പ്ലേസ്, ബട്ട് ഞാനിത് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു, ഞാൻ പറഞ്ഞല്ലോ അവസാനം നമ്മുടെ സ്റ്റൈലിസ്റ്റ് മാറിപ്പോയി ഗൈസ്. അതുകൊണ്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദ ഹോൾ പോയിൻറ്റ് വാസ് ടു കമ്പയർ, ബിക്കോസ് ഞാൻ എപ്പോഴും പോകുന്ന സ്ഥലവും ഇതൊന്നും കൂടെ കമ്പയർ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ 600ൻ്റെ ഹെയർ കട്ട് ചെയ്യണം. ഐ തിങ്ക് ആ ഒരു വിലയൊക്കെ ഉള്ളൂ. നമുക്ക് ഹെയർ കട്ട് എത്തിയുണ്ട്. ഇത്ര ജസ്റ്റ് കട്ട് ആ ഹെയർ, അതിലും ഹെയർ വാഷ്, ഹെയർ കട്ട് ആൻഡ് ബ്ലോ ഡ്രൈ ആണ്. ഇതും സെയിം തന്നെ, ബട്ട് എ ബെറ്റർ സ്റ്റൈലിസ്റ്റ്. എനിക്ക് മുടി ആക്ച്വലി ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി, കണ്ടിട്ട് നല്ലോണം ചെയ്തിട്ടുണ്ട്. കൈവേദന എടുക്കുന്നു എന്താണെന്നാവും. ഞാനിപ്പോൾ വണ്ടി വന്നുകൊണ്ട് മുടി ഇച്ചിരി പറന്ന് ഒരു കോലായിട്ടുണ്ട്. ഡോണ്ട് മൈൻഡ് ഗൈസ്.
പക്ഷെ എനിക്കിഷ്ടമായി, എനിക്ക് ഓവറോൾ സർവീസ് ഇഷ്ടമായി. പക്ഷെ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അതെൻ്റെ ഏറ്റവും വലിയ സങ്കടം. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. വിൽ ഐ ഗോ ദെയർ? ഐ എം നോട്ട് ഷുവർ. മേ ബി ലൈക്ക് എനിക്ക് മുടി കളർ ചെയ്യണം എന്നുണ്ട്, ചെയ്യണമെന്നുണ്ട്. കാരണം എൻ്റെ മുടിയിൽ ഞാൻ ഇതുവരെ ഒരു ട്രീറ്റ്മെൻറ്റോ കളറിങ്ങോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഞാൻ സലോണിൽ പോകുന്നത് ഹെയർ കട്ടിന് വേണ്ടി മാത്രം. അപ്പോൾ കളർ ചെയ്യാനും എനിക്ക് അതുകൊണ്ടൊരു പേടിയാണ്. മേ ബി വൺ ഡേ വി മൈറ്റ്. ഗൈസ്, എൻ്റെ പല്ല് മഞ്ഞ കളർ വേറെ നല്ല ഇതുണ്ടോ ബാക്കിൽ, ഏഞ്ചൽ ലൈറ്റ്സിത്തെ മഞ്ഞ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിടാൻ നോക്കാം. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ 599 നല്ല ഓഫറാണ് ഗൈസ്. കാരണം ടോണി ആൻഡ് ഗായ് പോലത്തെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്ഥലത്തുനിന്ന് 599 ഹെയർ കട്ട് ഇസ് വെരി ഗുഡ്. 599 പ്ലസ് ടാക്സ് 700 ആവും. അപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ ചോദിക്കുക, ഞാൻ ആക്ച്വലി റോഹനാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് എടുത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ സീനിയർ ഓർ ടോപ്പ്. പക്ഷേ ഇത് രണ്ടുമല്ല നമുക്ക് കിട്ടിയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അവരെന്നെ ഒരു റൂമിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു. എന്തോ ക്രിയേറ്റീവ് ഡയറക്ടറാണ് എനിക്ക് കിട്ടിയത്. എന്നാൽ ഇത് രണ്ടിൻ്റെയും മുകളിൽ. സോ അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. സോ നിങ്ങൾ എന്തായാലും പോകണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യുക ഏതാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് തന്നെ ആയിരിക്കും. കാരണം അവരുടെ മെനു കാർഡ് എനിക്ക് കാണിച്ചത്. ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല, ജസ്റ്റ് ടാക്സ് ഇല്ലാതെ ഇതിന് എത്ര രൂപയാവുന്നു ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത്. കാരണം നിങ്ങളോട് പറയണമല്ലോ 900 റുപ്പീസാണ് ഇതിന് ടാക്സ് ഇല്ലാതെ. വിത്ത് ടാക്സ് ആണ് 1121. ശ്വാസം മുട്ടുന്നു, സോറി ഗൈസ്, ഫാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും പോവുകയാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ചെക്കിങ് ദ പ്രൈസ് പ്രയർ ടു ദ ഹെയർ കട്ട്. പിന്നെ ആണെങ്കിൽ ആ ചേട്ടനോട് സ്പായും കളറൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അതൊക്കെ കൂടി ചെയ്തായിരുന്നെങ്കിൽ ഒരു 10,000 അല്ല, ഒരു 5,000 രൂപയൊക്കെ ആയേനെ. ഭാഗ്യത്തിന് ഞാൻ ഒന്നും ചെയ്തില്ല. ബിക്കോസ് എനിക്കങ്ങനെ ഇമ്പൾസായിട്ടൊന്നും ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. കളറിങ് ആണെങ്കിലും ഇപ്പോൾ സ്പാ ആണെങ്കിലും എനിക്കങ്ങനെ ഇമ്പൾസായിട്ടൊന്നും ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. ഐ ആം ലൈക്ക് ദാറ്റ്. കുറേ ആലോചിച്ചൊക്കെ ഞാൻ ഡിസിഷൻസ് എടുക്കാറുണ്ട്. സോ ഇറ്റ് വാസ് എ ഗുഡ് ഹെയർ കട്ട്. അധികം ലെങ്ത്ത് കുറക്കാതെയാണ് ചെയ്തത്. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊരു കർട്ടൻ ബാങ്ക്സ് ഫ്രണ്ടിൽ ഒരു ഫേസ് ഫ്രെയിമിങ് പോലെ ബാക്കിൽ ലെയർ. ഞാനിപ്പോൾ അതാ ചെയ്യുന്നത്. എനിക്കറിയാം എനിക്ക് ഏത് ഹെയർ കട്ടായിരിക്കും നല്ലതെന്ന് കുറച്ച് നാളത്തെ പ്രാക്ടീസിലൂടെ ഞാൻ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഞാൻ അതുമാത്രം പറയുള്ളൂ. കാരണം ഇപ്പോൾ സ്റ്റൈലിസ്റ്റാണ് നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ അവസാനം നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ ശോക എപ്പോഴും സംഭവിക്കും. നമ്മൾ അവിടെ വെച്ച് മുടി വെട്ടി വന്ന് വീട്ടിലിരുന്നിട്ട് വിഷമിക്കുന്നതിനേക്കാൾ നല്ല നിങ്ങൾക്ക് ചേരുന്ന നിങ്ങൾക്ക് തോന്നുന്ന ഹെയർ സ്റ്റൈൽ എപ്പോഴും അതാണ് നല്ലത്. അപ്പോൾ അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക മറക്കരുത് കേട്ടോ. എനിക്ക് ഏത് ഹെയർ ലെങ്ത്താണ് ചേരുന്നതെന്ന്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. only if you like me, okay? So lots of love to you. Bye bye.